Social Science Class 6 Geography Chapter 6 Major Landforms of the Earth. Hi kids, good morning. How are you children? Have a nice day. Dear ones, today we are going to discuss a new chapter from Geography. The name of the chapter, Major Landforms of the Earth. The surface of the earth is not the same everywhere. The earth has an infinite variety of landforms. Some parts of the lithosphere may be rubbed and some flat. These landforms are a result of two processes. ഭൂമിയുടെ ഉപരിതലം എല്ലായിടത്തും ഒരുപോലെ അല്ല. ഭൂമിക്ക് പലതരത്തിലുള്ള ലാൻഡ് ഉണ്ട്. ചിലത് പരന്നതായിരിക്കാം, കുന്നും കുഴിയും ഒക്കെ ഉള്ളതായിരിക്കാം. ഇങ്ങനെയുള്ള ലാൻഡ് ഫോംസ് ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് രണ്ട് തരം പ്രക്രിയകൾ മൂലമാണ്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റേർണൽ പ്രോസസ്. ഇറ്റ് ലീഡ്സ് ടു ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ആൻഡ് സിങ്കിങ് ഓഫ് ദ എർത്ത് സർഫേസ് അറ്റ് സെവറൽ പ്ലേസസ്. ഒന്നാമത്തത് ഇൻറ്റേർണൽ പ്രോസസ്സാണ്. അതായത് ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്നത്. ഇത് ഭൂമിയുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകുന്നു. ദി സെക്കൻഡ് ഓർ ദ എക്സ്റ്റേണൽ പ്രോസസ് ഈസ് ദ കണ്ടിന്യൂസ് വിയറിംഗ് ഡൗൺ ആൻഡ് റീബിൽഡിംഗ് ഓഫ് ദ ലാൻഡ് സർഫേസ്. ദ വിയറിംഗ് എബേ ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് കോൾഡ് ഇറോഷൻ. ദ സർഫേസ് ഈസ് ബീയിങ് ലോവേർഡ് ബൈ ദ പ്രോസസ് ഓഫ് ഇറോഷൻ ആൻഡ് റീബിൽറ്റ് ബൈ ദി പ്രോസസ് ഓഫ് ഡിപ്പോസിഷൻ. These two processes are carried out by running water, ice and wind. Broadly, we can group different landforms depending on elevation and slope as mountains, plateaus and plains. രണ്ടാമത്തെ പ്രോസസ്സാണ് എക്സ്റ്റേണൽ. ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. ഭൂമിയുടെ മുകൾ പാളിയുടെ നിരന്തരമായ ക്ഷയിക്കലിനും പുനർനിർമ്മാണത്തിനും ഇത് കാരണമാകുന്നു. ഇതിനെ ഇറോഷൻ എന്ന് പറയുന്നു. ഭൂമിയുടെ ഉപരിതലം ഇറോഷൻ മൂലം താഴുകയും ഡിപ്പോസിഷൻ വഴി നിരപ്പാകുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രക്രിയകളും ഒഴുകുന്ന ജലം, കാറ്റ്, ഐസ് എന്നിവ മൂലം സംഭവിക്കുന്നതാണ്. ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. മൗണ്ടൻസ്, പ്ലേറ്റ്യൂസ്, പ്ലെയിൻസ്. അതായത് പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ എന്നിങ്ങനെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. മൗണ്ടൻസ് ഈസ് എനി നാച്ചുറൽ എലിവേഷൻ ഓഫ് ദ എർത്ത് സർഫേസ്. ദ മൗണ്ടൻസ് മേ ഹാവ് എ സ്മോൾ സബ്മിറ്റ് ആൻഡ് എ ബ്രോഡ് ബേസ്. ഇറ്റ് ഈസ് കൺസിഡറബിളി ഹയർ ദാൻ ദി സറൗണ്ടിങ് ഏരിയ. സം മൗണ്ടൻസ് ആർ ഈവൻ ഹയർ ദാൻ ദി ക്ലൗഡ്സ്. ആസ് യു ഗോ ഹയർ the climate becomes colder. ഇനി നമുക്ക് മൗണ്ടൻസ് എന്താണെന്ന് നോക്കാം. ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ഉയർന്നു നിൽക്കുന്നവയാണ് ഈ മൗണ്ടൻസ്. മുകളിലേക്ക് പോകുന്തോറും ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നു. തണുപ്പ് കൂടിക്കൂടി വരും. ചില മൗണ്ടൻസിൽ പെർമനൻ്റ് ആയിട്ട് തണുത്തുറഞ്ഞ് കിടക്കുന്നു. ഒഴുകുന്ന റിവേഴ്സ് ഓഫ് ഐസ് ഉണ്ട്. ഇവയെ നമ്മൾ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നു. There are some mountains you cannot see as they are under the sea. Because of harsh climate, less people live in the mountain areas. Since the slopes are steep, less land is available for farming. ഭൂമിക്ക് മുകളിൽ മാത്രമല്ല സമുദ്രത്തിനടിയിലും പർവ്വതങ്ങളുണ്ട്. ഉദാഹരണമാണ് പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന മൗന കിയ. ഇതിന് മൗണ്ട് എവറസ്റ്റിനേക്കാൾ ഉയരം ഉണ്ട്. Mountains may be arranged in a line known as range. Many mountain systems consist of a series of parallel range extending over hundreds of kilometers. The Himalayas, the Alps and the Andes are mountain range of Asia, Europe and South America respectively. Mountains vary in their heights and shape. പർവ്വതങ്ങൾ നിരകളായി കാണപ്പെടുന്നു. ഇവയെ റേഞ്ച് അല്ലെങ്കിൽ പർവ്വത നിരകൾ എന്ന് പറയും. ഏഷ്യയിലെ ഹിമാലയൻ പർവ്വതനിരകൾ, യൂറോപ്പിലെ ആൽപ്സ്, സൗത്ത് അമേരിക്കയിലെ ആൻഡീസ് എന്നിവ പർവ്വത നിരകൾ അല്ലെങ്കിൽ റേഞ്ചസുകളാണ്. പർവ്വതങ്ങളെ പ്രധാനമായിട്ടും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു.
There are three types of mountains: fold mountains, block mountains, and the volcanic mountains. പർവ്വതങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് ഫോൾഡ് മൗണ്ടൻസ്, അതായത് മടക്ക് പർവ്വതങ്ങൾ. രണ്ടാമത്തത് ബ്ലോക്ക് മൗണ്ടൻസ്, അതിനെ ഖണ്ഡപർവ്വതങ്ങൾ എന്ന് പറയുന്നു. മൂന്നാമത് വോൾക്കാനിക് മൗണ്ടൻസ്, അത് അഗ്നിപർവ്വതങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ദ ഹിമാലയൻ മൗണ്ടൻസ് ആൻഡ് ദ ആൽപ്സ് ആർ യങ് ഫോൾഡ് മൗണ്ടൻസ് വിത്ത് റഗ്ഡ് റിലീഫ് ആൻഡ് ഹൈ കോണിക്കൽ പീക്സ്. The Aravalli Range in India is one of the oldest fold mountain systems in the world. The range has considerably worn down due to the process of erosion. The Appalachians in North America and the Ural Mountains in Russia have rounded features and low elevation. They are very old fold mountains. ഭൂമിയുടെ ഭൗമോപരിതലത്തിലെ പാളികൾക്ക് ഇരുവശത്തു നിന്നുമുള്ള സമ്മർദ്ദം മൂലം അകത്തേക്ക് മടങ്ങുന്നു. അങ്ങനെ ഉണ്ടാകുന്നവയാണ് മടക്കുപർവ്വതങ്ങൾ. ഹിമാലയൻ മൗണ്ടൻ, ആൽപ്സ് മലനിരകൾ, ഇവയെല്ലാം മടക്കുപർവ്വതങ്ങൾ ആണ്. ഇന്ത്യയിലെ ആരവല്ലി പർവ്വതനിരകൾ ഏറ്റവും പഴയ മടക്കുപർവ്വതങ്ങളിൽ ഒന്നാണ്. നോർത്ത് അമേരിക്കയിലെ അപ്പലേച്ചിയൻ, റഷ്യയിലെ യൂറാൽ മൗണ്ടൻ പഴയ മടക്കുപർവ്വതങ്ങൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ബ്ലോക്ക് മൗണ്ടൻസ്. Block mountains are created when large areas are broken and displaced vertically. The uplifted blocks are termed as host and the lowered blocks are called graben. The Rhine Valley and the Vosges Mountain in Europe are examples of such mountain systems. ബ്ലോക്ക് മൗണ്ടൻസ് അല്ലെങ്കിൽ ഖണ്ഡപർവ്വതങ്ങൾ വലിയ പ്രദേശങ്ങൾ പൊട്ടുകയും ലംബമായി സ്ഥാനമാറ്റം മൂലം രൂപപ്പെടുന്നവയുമാണിവ. സ്ഥാനഭ്രംശം മൂലം ഉയർത്തപ്പെടുന്ന ഭാഗത്തെ ഹോസ്റ്റ് എന്നും താഴ്ത്തപ്പെടുന്ന ഭാഗത്തെ ഗ്രാബൻ എന്നും പറയുന്നു. ദി റെയിൻ വാലി ആൻഡ് ദ വോസ്ഗസ് മൗണ്ടൻ ഇൻ യൂറോപ്പ് ആർ എക്സാമ്പിൾസ് ഓഫ് സച്ച് മൗണ്ടൻ സിസ്റ്റംസ്. നെക്സ്റ്റ് വൺ ഈസ് വോൾക്കാനിക് മൗണ്ടൻസ്. വോൾക്കാനിക് മൗണ്ടൻസ് ആർ ഫോംഡ് ഡ്യൂ ടു വോൾക്കാനിക് ആക്ടിവിറ്റി. Mount Kilimanjaro in Africa and Mount Fujiyama in Japan are examples of such mountains. ഇപ്പോൾ വോൾക്കാനിക് മൗണ്ടൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങൾ അത് വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഉണ്ടാകുന്നവയാണ്. അവയ്ക്ക് ഉദാഹരണമാണ് മൗണ്ട് കിളിമഞ്ചാരോ, ആഫ്രിക്കയിലെ മൗണ്ട് കിളിമഞ്ചാരോയും ജപ്പാനിലെ മൗണ്ട് ഫൂജിയാമയും ഇതിന് ഉദാഹരണങ്ങൾ ആണ്. Mountains are very useful. The mountains are a storehouse of water. Many rivers have their source in the glaciers in the mountains. Reservoirs are made and the water is harnessed for the use of people. Water from the mountains is also used for irrigation and generation of hydroelectricity. The river valleys and terraces are ideal for cultivation of crops. Mountains have a rich variety of flora and fauna. The forests provide fuel, fodder, shelter and other products like gum, raisins, etc. Mountains provide an idyllic site for tourists. They visit the mountains for their scenic beauty. Several sports like paragliding, hang gliding, river rafting and skiing are popular in the mountains. ഈ പർവ്വതങ്ങൾ ജലത്തിൻ്റെ വലിയൊരു സംഭരണശാലയാണെന്ന് പറയാം. ഒത്തിരി നദികളുടെ ഉത്ഭവസ്ഥാനം പർവ്വതമുകളിലെ ഗ്ലേഷ്യേഴ്സിൽ നിന്നാണ്. ജലസേചനത്തിനും ജലവൈദ്യുത ഉൽപ്പാദനത്തിനും ഒക്കെ വേണ്ടി ഈ ജലം ഉപയോഗിക്കുന്നു. നദീതീരങ്ങളിലും നദീതടങ്ങളിലും ഒക്കെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള ജലം ഇവിടെ നിന്നും ലഭിക്കാറുണ്ട്. പർവ്വതങ്ങളിലും താഴ്വരകളിലും വിവിധ തരത്തിലുള്ള ജന്തുസസ്യജാലങ്ങൾ കാണപ്പെടുന്നു. Our next topic is plateaus, പീഠഭൂമി. A plateau is an elevated flat land. It is a flat-topped tableland standing above the surrounding area. A plateau may have one or more sides with steep slopes. The height of plateaus often varies from few hundred meters to several thousand meters. Plateaus like
Mountains may be young or old. The Deccan Plateau in India is one of the oldest plateaus. The East African Plateau in Kenya, Tanzania, and Uganda, and the Western Plateau of Australia are other examples. The Tibet Plateau is the highest plateau in the world, with a height of 4,000 to 6,000 meters above the mean sea level. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന പരന്ന പ്രദേശമാണ്. ഇതിന് ഒന്നോ അതിലധികമോ വശങ്ങൾ ചെങ്കുത്തായവ ആയിരിക്കും. ഇവയുടെ ഉയരം 100 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ പലയിടങ്ങളിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. പർവ്വതങ്ങളെപ്പോലെ തന്നെ ഈ പീഠഭൂമികളും, അതായത് പ്ലേറ്റ്യൂസും പുതിയതും പഴയതും ഉണ്ട്. ഇന്ത്യയിലെ ഡെക്കാൻ പ്ലേറ്റ്യൂ പഴയ പീഠഭൂമികളിൽ ഒന്നാണ്. The East African Plateau in Kenya, Tanzania and Uganda and the Western Plateau of Australia എന്നിവ മറ്റ് ഉദാഹരണങ്ങളാണ്. ടിബറ്റ് പ്ലേറ്റ്യൂ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയാണ്. 4000 മുതൽ 6000 മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം. Plateaus are very useful because they are rich in mineral deposits. As a result, many of the mining areas in the world are located in the plateau areas. The African plateaus is famous for gold and diamond mining. In India, huge reservoirs of iron, coal and manganese are found in the Chota Nagpur Plateau. In the plateau areas, there may be several waterfalls as the river falls from a great height. In India, the Hundru Falls in the Chota Nagpur Plateau on the river Suvarnarekha and the Jog Falls in Karnataka are examples of such waterfalls. The lava plateaus are rich in black soil that are fertile and good for cultivation. ധാതുസമ്പത്തുകൾ കൊണ്ട് സമ്പന്നമാണ് പല പീഠഭൂമികളും. ധാരാളം ഖനികൾ പ്ലേറ്റ്യൂ ഏരിയകളിൽ കാണപ്പെടുന്നു. ആഫ്രിക്കൻ പ്ലേറ്റ്യൂ സ്വർണം, വജ്രം എന്നിവയുടെ നിക്ഷേപത്തിന് പ്രശസ്തമാണ്. ഇന്ത്യയിലെ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ അയൺ, കോൾ, മാംഗനീസ് എന്നിവയുടെ ഖനനത്തിന് പേരുകേട്ടവയാണ്. പീഠഭൂമികളിൽ വെള്ളച്ചാട്ടം കാണപ്പെടുന്നു. ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂവിലെ സുവർണരേഖ നദിയിലെ ഹുന്ദ്രു ഫാൾസ്, കർണാടകയിലെ ജോഗ് ഫാൾസ് എന്നിവ ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് വൺ ഈസ് പ്ലെയിൻസ്. Plains are large stretches of flat land. They are generally not more than 200 meters above mean sea level. Some plains are extremely level. Others may be slightly rolling and undulating. Most of the plains are formed by rivers and their tributaries. The rivers flow down the slopes of mountains and erode them. They carry forward the eroded material. Then they deposit their load consisting of stones, sand and silt along their courses and in their valleys. It is from these deposits that plains are formed. Generally, plains are very fertile. Construction of transport network is easy. Thus, these plains are very thickly populated regions of the world. Some of the largest plains made by the rivers are found in Asia and North America. For example, in Asia, these plains are formed by the Ganga and the Brahmaputra in India and the Yangtze in China. Plains are the most useful areas for human habitation. There is great concentration of people as more flat land is available for building houses as well as for cultivation. Because of fertile soils, the land is highly productive for cultivation. In India too, the Indo-Gangetic plains are the most densely populated regions of the country. അടുത്തത് പ്ലെയിൻസ് എന്നാൽ സമതലങ്ങൾ. ഈ സമതലങ്ങൾ താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാലമായ പ്രദേശങ്ങൾ ആണ്. അവ പൊതുവെ സീ ലെവലിനേക്കാൾ 200 മീറ്ററിലധികം ഉയർന്നതായിരിക്കില്ല. ചില സ്ഥലങ്ങൾ ഫ്ലാറ്റ് ആയിരിക്കും, മറ്റ് ചിലത് ഉയർച്ച
താഴ്ചയും വളഞ്ഞു പുളഞ്ഞതും ആയിരിക്കും. നദികളുടെ പ്രവർത്തനങ്ങൾ മൂലമാണ് മിക്ക സമതലങ്ങളും രൂപപ്പെടുന്നത്. നദികൾ കല്ലുകൾ, മണ്ണ്, ചരൽ എന്നിവ ഒഴുക്കി കൊണ്ടുവരുന്നു. പിന്നീട് ഇവ അടിഞ്ഞ് അതാണ് പ്ലെയിനായിട്ട് മാറുന്നത്. നദികൾ ഫലഭൂയിഷ്ടിയുള്ളവയാണ്. റോഡുകൾ പോലുള്ള ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് വളരെ അനുയോജ്യമാണിവിടം. അതിനാൽ ജനവാസം കൂടുതൽ ഉള്ളതായി കാണപ്പെടുന്നു. ഏറ്റവും വലിയ സമതലങ്ങളിൽ മിക്കതും ഏഷ്യയിലും നോർത്ത് അമേരിക്കയിലും കാണപ്പെടുന്നു. ഏഷ്യയിൽ ഈ സമതലങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ പ്രവർത്തനം മൂലവും ചൈനയിൽ യാങ്സി നദിയുടെ പ്രവർത്തനം മൂലവുമാണ്. സമതലങ്ങൾ ഹ്യൂമൻ ഹാബിറ്റേഷന് ധാരാളം സ്വാധീനം ചെലുത്തുന്നവയാണ്. മനുഷ്യവാസത്തിന് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രദേശമാണിവ. വീടുകൾ നിർമ്മിക്കുന്നതിനും കൃഷിക്കും ഏറ്റവും അനുയോജ്യം ആണ്. ഫലപുഷ്ടിയുള്ള മണ്ണായതിനാൽ ഈ സമതലങ്ങൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ആണ്. സിന്ധു ഗംഗാ സമതലമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള പ്രദേശം. Landforms and the people. Humans have been living on different kinds of landforms in different ways. Life is difficult in mountainous areas. Plains provide much better conditions. It is easy to grow crops, build a house, or road in a plain than a mountain. Sometimes natural calamities such as earthquakes, volcanic eruption, storms and floods cause widespread destruction. Huge loss of life and property takes a place. By creative awareness about such incidents, we may lower the risks. Quite often, we use the land in a wasteful manner. For example, constructing houses on a fertile land. Similarly, we throw garbage on land or in water, making them dirty. We should avoid using such important gifts of nature in a careless manner. The available land is not only for our use. It is our duty to leave the earth a better place for future generation as well. Okay kids, thank you for your attention. I hope you all understood today's session. Okay, read the textbook, do all the activities. Okay, dear ones, we will meet in the next class. Okay, see you. Bye bye.